കേരളത്തിലെ ഏറ്റവും വലിയ ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 6.0. ലേൺവൈസിന്റെ അക്കാഡമിക്സ് ആൻഡ് റിസർച്ച് ടീം നേതൃത്വം നൽകുന്ന ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 6.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എയും അതുപോലെ തന്നെ മെഷീൻ ലേണിംഗ് അൽഗോരിതംസും യൂസ് ചെയ്തുകൊണ്ട് ഡീറ്റെയിൽ അനാലിസിസ് നടത്തി നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയിട്ടുള്ള PDF ഫയലുകൾ ലേൺവൈസ് ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിലെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ എത്രയും പെട്ടെന്ന് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ 7592939616 എന്നതാണ്. സോ പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാ ലേണേഴ്സിനും ജൂൺ 2026 അപ്പിയർ ചെയ്യുന്ന എല്ലാ ലേണേഴ്സിനും എന്റെ ഭാഗത്തുനിന്നും ലേൺവൈസിന്റെ ഭാഗത്തുനിന്നും എല്ലാവിധ ആശംസകളും. Hello everyone, welcome to IGNO Focus 6.0, IGNO മുൻകാല ചോദ്യ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പേപ്പർ MA സൈക്കോളജി ഫസ്റ്റ് ഇയറിലെ MPC 006 ആയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ സൈക്കോളജി ആണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമ്മൾ ഈ ഒരു PYQA അൾട്ടിമേറ്റ് അനാലിസിസ് പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് സ്റ്റുഡൻസിന്റെ ടേം ആൻഡ് എക്സാമിനേഷന്റെ പ്രിപ്പറേഷൻ ഈസി ആക്കാനും നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാനും വേണ്ടിയിട്ടാണ് ഈ ഒരു PYQA അൾട്ടിമേറ്റ് അനാലിസിസ് എന്നുള്ള ഒരു സെഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. സോ ബിഫോർ വി ബിഗിൻ ദ സെഷൻ, ഈ ഒരു PYQA എങ്ങനെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് എന്നൊന്ന് നോക്കാം. നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആയിട്ടുള്ള 8 ടേം ആൻഡ് എക്സാമിനേഷൻ പേപ്പേഴ്സ് നോക്കിയിട്ട് ജൂൺ 2020 ടു ഡിസംബർ 2025 പേപ്പേഴ്സ് അനലൈസ് ചെയ്തിട്ടും അതുപോലെ തന്നെ കറണ്ട് അസൈൻമെന്റ് ആയിട്ടുള്ള 2025 and 26 ആൻഡ് നമ്മുടെ ഒഫീഷ്യൽ SLM നമ്മുടെ സ്റ്റഡി മെറ്റീരിയലിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു PYQA ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. സോ ഇതിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് നോക്കാം. നമ്മുടെ എക്സാം പാറ്റേൺ എങ്ങനെയാണ്, എക്സാം എത്ര മാർക്കിന്റെ എത്ര ടൈം ആണ് നമുക്കുള്ളത്, അതുപോലെ ഹൈ ഈൽഡ് സിലബസ് മാപ്പ്, ഓരോ ബ്ലോക്കിലെ ഓരോ യൂണിറ്റ് വൈസ് ഓരോ ടോപ്പിക്ക് എത്ര തവണയാണ് അതിന്റെ ഫ്രീക്വൻസി, നമ്മളെ പ്രീവിയസ് ഇയറിൽ എത്ര തവണ വന്നിട്ടുണ്ട് എന്നൊക്കെ നമുക്ക് ഇതിൽ കാണാൻ സാധിക്കും. പിന്നെ അതുപോലെ ഒരു ക്യൂറേറ്റഡ് ആയിട്ടുള്ള ഒരു ഹൈ പ്രോബബിലിറ്റി ക്വസ്റ്റ്യൻസ്, പിന്നെ അതുപോലെ 2 ഫുൾ പ്രെഡിക്റ്റീവ് പ്രാക്ടീസ് സെറ്റ്സ് ആണ്, സെറ്റ് A ആൻഡ് സെറ്റ് B വരുന്നുണ്ട്. പിന്നെ ഒരു സ്ട്രക്ചേർഡ് ആൻസർ റൈറ്റിംഗ് ടൂൾ കിറ്റും ഈ ഒരു സെഷനിൽ അവൈലബിൾ ആണ്, നമ്മളെ PYQA ടൂൾ കിറ്റിൽ അവൈലബിൾ ആണ്. സോ നിങ്ങൾ എക്സാമിലേക്ക് ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിലും അതുപോലെ തന്നെ ഒരു റിവിഷൻ പോലെ നടത്തുകയാണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ഗൈഡ് നല്ല പോലെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ബിഗിൻ ചെയ്യുന്നതിന്റെ മുന്നേ ഈ ഒരു PYQA ഡെക്ക് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. അതായത് ഡിഫറെന്റ് പാത്ത് വേസ് ഉണ്ട്, നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും ഏത് പാത്ത് വേ ആണ് നിങ്ങൾക്ക് ഉള്ളത് എന്ന്. ഓക്കെ, സോ പാത്ത് 1 എന്ന് പറയുന്നത് ദ 48 hour റെസ്ക്യൂ പ്ലാൻ ആണ്. സോ ഇതില് ഒരു ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻ ആണ്. ഇവിടെ ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻ ചെയ്യുന്നവർക്കാണ് ഈ ഒരു പാത്ത് 1 എന്നുള്ളത് ഫോളോ ചെയ്യേണ്ടത്. അതായത് ലിമിറ്റഡ് ടൈം ആണ് നിങ്ങൾക്കുള്ളൂ പഠിക്കാനെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പാത്ത് ചൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഇതില് നമ്മുടെ 1 way ANOVA എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ന്യൂമറിക്കൽ പ്രോബ്ലം ഉണ്ട് ഫ്രം ബ്ലോക്ക് 3 യൂണിറ്റ് 3. സോ ഈ ഒരു ടോപ്പിക് നമ്മുടെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കമ്പൽസറി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഒരു തവണയെങ്കിലും വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് 1 way ANOVA എന്നുള്ളത്. സോ ഈ ഒരു ടോപ്പിക് നിർബന്ധമായിട്ടും നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് പഠിക്കണം. പിന്നെ പാർട്ട് 2 എന്ന് പറയുന്നത് ദ 2 week സ്ട്രാറ്റജിക് പ്ലാൻ, അതായത് ഒരു ഫോക്കസ്ഡ് റിവിഷൻ ആണ്. നിങ്ങൾക്കൊരു 2 week നിങ്ങളുടെ കയ്യിലുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ മുമ്പിലുണ്ട്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പാത്ത് ചൂസ് ചെയ്യാം. അതിൽ വീക്ക് 1 എന്ന് പറയുന്നത് നമ്മുടെ PYQലെ സെക്ഷൻ 5 ആയിട്ടുള്ള ഗോൾഡൻ ക്വസ്റ്റ്യൻ ബാങ്ക് ആണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. സോ അതിൽ 3 സ്റ്റാർ എന്ന് പറയുന്നത് ഹൈ ഈൽഡ് ക്വസ്റ്റ്യൻസ് ആണ്. എല്ലാ അതായത് മോസ്റ്റ് ഓഫ് ദി ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടുവന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു 3 സ്റ്റാർ മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അതിനെ ഫോക്കസ് ചെയ്തിട്ടാണ് നിങ്ങൾ പഠിക്കേണ്ടത്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ അനോവ എന്നുള്ള ന്യൂമറിക്കൽ ക്വസ്റ്റ്യനും പിന്നെ ഒരു കോറിലേഷൻ ന്യൂമറിക്കൽസും നിങ്ങൾ കമ്പൽസറി ആയിട്ട് പഠിക്കാം. പിന്നെ ഉള്ളത് പാർട്ട് 3 ആണ്, ഇത് കോംപ്രഹെൻസീവ് മാസ്റ്ററി പ്ലാൻ ഫുൾ പ്രിപ്പറേഷൻ. നിങ്ങൾക്ക് ഒരുപാട് ടൈം നിങ്ങളുടെ മുന്നിലുണ്ട്, ഒരു 1 month ഒക്കെ ഉണ്ട്. ആൻഡ് നിങ്ങൾക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്യണം എന്നുള്ള എയിമാണ് നിങ്ങൾക്ക് ഉള്ളത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പാർട്ട് 3 ഫോളോ ചെയ്യാം. സോ നിങ്ങളുടെ എൻറ്റയർ SLM സിസ്റ്റമാറ്റിക്കലി നിങ്ങൾ വായിക്കുക,
ബ്ലോക്ക് നിങ്ങൾ വായിക്കുക. പിന്നെ അതുപോലെ തന്നെ ഹൈ ഈൽഡ് സിലബസ് മാപ്പ് നമ്മുടെ PYQലെ സെക്ഷൻ 4ഉം നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കാം. സോ ഇതാണ് 3 പാത്ത്. നിങ്ങൾക്ക് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ഏതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ടൈമൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും ഏതാണ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് കേട്ടോ. ഇനി എക്സാം പാറ്റേൺ ആൻഡ് ക്വസ്റ്റ്യൻ പേപ്പർ സ്ട്രക്ചർ ആണ്. അതായത് നമ്മുടെ MPC 006 സ്റ്റാറ്റിസ്റ്റിക്സ് ഒരു എക്സാം പാറ്റേൺ ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്കറിയാം 15 മാർക്കിന്റെ പേപ്പർ ആണ്, 2 hour ആണ് ഡ്യൂറേഷൻ വരുന്നത്. 12 ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും വന്നിട്ടുള്ള ആ ഒരു ടൈപ്പ് തന്നെയാണ്. 10 മാർക്ക്, 6 മാർക്ക് ആൻഡ് 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് സെക്ഷൻ A, B ആൻഡ് C ആയിട്ട് വരുന്നത്. സോ ഇതിൽ എപ്പോഴും ഉള്ള പോലെ തന്നെ സെക്ഷൻ A 20 മാർക്കാണ് ടോട്ടൽ വരുന്നത്. അതിൽ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ANOVA എന്നുള്ള ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ഈ ഒരു സെക്ഷൻ Aയിൽ കണ്ടുവരുന്നുണ്ട് എല്ലാ പേപ്പറിലും. ANOVA ആൻഡ് ഓൾസോ ഒരു 1 കോറിലേഷൻ ന്യൂമറിക്കൽ ആണ് കണ്ടുവരുന്നത്. പിന്നെ 2 തിയറി ആയിട്ടാണ് വരിക. 2 തിയറി പേപ്പർ ആണ്. പാരാമെട്രിക്, നോൺ പാരാമെട്രിക് ടെസ്റ്റ്, അല്ലെങ്കിൽ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്താണ്, അല്ലെങ്കിൽ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്താണ്, ഓർ ഓർഗനൈസേഷൻ ഓഫ് ഡാറ്റ എന്നുള്ള രീതിയിൽ 2 തിയറി ക്വസ്റ്റ്യൻസും ഇവിടെ കാണാൻ സാധിക്കും. ഇപ്പോൾ 2 ന്യൂമറിക്കലും 2 തിയറി ക്വസ്റ്റ്യൻസും ആണ് സെക്ഷൻ Aയിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. 10 മാർക്ക് ഈച്ച് എന്നുള്ള രീതിയിലാണ് ഇവിടെ വരുന്നത്. ഇനി സെക്ഷൻ Bയിൽ നമുക്കറിയാം 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. ഇവിടെ മോസ്റ്റ്ലി വരുന്നത് Chi-square ന്യൂമറിക്കൽ, നമ്മുടെ Chi-square ടെസ്റ്റും അതുപോലെ തന്നെ മാൻ വിറ്റ്നി യു ടെസ്റ്റും ഒക്കെ ഈ ഒരു ഇവിടെ സെക്ഷനിൽ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ 2 or 3 തിയറി ക്വസ്റ്റ്യൻസും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതിൽ വരുന്ന മോസ്റ്റ്ലി ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടുവരുന്ന തിയറി ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാന്ന് വെച്ചാൽ 2-way ANOVA, സ്റ്റാൻഡേർഡ് എറർ, ടൈപ്പ് 1 or 2 എറർ, കോറിലേഷൻ ടൈപ്സ്, ഹൈപ്പോതെസിസ് ടെസ്റ്റിംഗ്. ഈ ഒരു രീതിയിലേക്കാണ് തിയറി ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. ഇനി സെക്ഷൻ C നമുക്കറിയാം 3 മാർക്ക് ഈച്ചിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. 2 എണ്ണം ആണ് നിങ്ങൾക്ക് എഴുതേണ്ടത്. ഷോർട്ട് നോട്ട്സ് ആണെന്ന് അറിയാം. അപ്പൊ അതിൽ കോമൺ ആയിട്ട് വരുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് എന്താണ്, അതുപോലെ കർട്ടോസിസ്, ടൈപ്പ് 1 or 3 എറർ, കെൻഡൽ സ്റ്റോ, റിഗ്രഷൻ, മാൻ വിറ്റ്നി യു ടെസ്റ്റ്, സ്കാറ്റർ ഡയഗ്രാം. ഇതാണ് സെക്ഷൻ C ഷോർട്ട് നോട്ട്സിൽ വരുന്ന ക്വസ്റ്റ്യൻസ്. ഇനി ഒരു എക്സാം ബ്ലൂ പ്രിന്റ് ആണ് പറയുന്നത്. എക്സാം പേപ്പർ സ്ട്രക്ചർ, അതായത് ഓരോ ഏത് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ എത്ര പെർസെൻറ്റേജ് ആണ് നമ്മൾ ഹോൾ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുക എന്നുള്ളതാണ്. അതിൽ ന്യൂമറിക്കൽ കമ്പ്യൂട്ടേഷൻ, ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ്, ANOVA, മാൻ വിറ്റ്നി യു ടെസ്റ്റ്, Chi-square, ഇതൊക്കെ ഒരു 45% നമ്മുടെ പേപ്പറിനെ കവർ ചെയ്യുന്നുണ്ട്. പിന്നെ 20% ആണ് നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് ആൻഡ് ഇൻഫറൻഷ്യൽ ആയിട്ടുള്ള ടോപ്പിക്സ് വരുന്നത്. പിന്നെ വരുന്നത് പാരാമെട്രിക് ആൻഡ് നോൺ പാരാമെട്രിക്. ഇതും അത്യാവശ്യം കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. നമ്മുടെ 15 ഹോൾ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ 15% ഈ ഒരു പാരാമെട്രിക് ആൻഡ് നോൺ പാരാമെട്രിക് കവർ ചെയ്യുന്നുണ്ട്. പിന്നെ വരുന്നത് കോറിലേഷൻ ആൻഡ് റിഗ്രഷൻ എന്നുള്ള ടോപ്പിക് ഒരു 12% കവർ ചെയ്യുന്നുണ്ട്. പിന്നെ വരുന്നത് ഷോർട്ട് നോട്ട്സ് ടൈപ്പ്, ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ്, കർട്ടോസിസ് എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്സ് ഒക്കെ ഒരു 8% ആണ് കവർ ചെയ്യുന്നത്. ഇനി നമുക്ക് ഹൈ ഈൽഡ് സിലബസ് മാപ്പ് നോക്കാം. അതായത് ഓരോ ബ്ലോക്കിലെ ഓരോ യൂണിറ്റിലെ ഓരോ ടോപ്പിക്കും, അതായത് ഓരോ യൂണിറ്റ് നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിനെ അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ എത്ര തവണ അത് വന്നിട്ടുണ്ട്, എത്ര ഫ്രീക്വന്റ് ആയിട്ട്, അതിന്റെ ഫ്രീക്വൻസി ആണ് ഇവിടെ നോക്കുന്നത്. സോ നമുക്ക് അതിന് മുന്നേ ഇത് എങ്ങനെയാ നമ്മൾ ഇത് ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ ഒരു ടയർ സിസ്റ്റത്തിലാണ് ഇതിനെ നമ്മൾ ഓരോ ടോപ്പിക്സും ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അതായത് 3 സ്റ്റാർ എന്നുള്ളത് ഹൈ ഈൽഡ് ആണ്, എല്ലാ സെഷനിലും അപ്പിയർ ചെയ്തിട്ടുണ്ട്, നമുക്ക് പാസ് ചെയ്യാൻ ഇമ്പോർട്ടന്റ് ആണ്, ക്രിട്ടിക്കൽ ആണ് ഈ ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഒരിക്കലും നിങ്ങൾ ഈ ഒരു 3 സ്റ്റാർ ഹൈ ഈൽഡ് ഉള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. പിന്നെ മീഡിയം ഈൽഡ് ആണ്, നിങ്ങൾക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടോപ്പിക്സ് ആയിരിക്കും. ഫ്രീക്വന്റ് ആണ് ഇതിന്റെ അപ്പിയറൻസ്. പിന്നെ 1 സ്റ്റാർ ലോ ഈൽഡ് ആണ്, ഒക്കേഷണലി ഒക്കെയാണ് ഇതിന്റെ അപ്പിയറൻസ് വരുന്നത്. നിങ്ങൾക്ക് നന്നായിട്ട് നല്ല മാർക്ക് ഒക്കെ സ്കോർ ചെയ്യണം എന്നുണ്ടെങ്കിൽ, നല്ലൊരു ഹോൾ ബുക്ക് നിങ്ങൾക്ക് കവർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ലോ ഈൽഡും ഫോക്കസ് ചെയ്യുന്നത് നന്നായിരിക്കും. അപ്പൊ നിങ്ങൾ സ്റ്റഡി ടൈം നിങ്ങൾ എങ്ങനെയാണ് അലോക്കേറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 3 സ്റ്റാർ അതായത് ഹൈ ഈൽഡിലേക്ക് നിങ്ങൾ നിങ്ങളുടെ 50% ഓഫ് ദ ടൈം നിങ്ങൾ മാറ്റിവെക്കണം, നിങ്ങൾ അലോക്കേറ്റ് ചെയ്യണം. പിന്നെ ഒരു 30% മീഡിയം ഈൽഡിനും പിന്നെ 20% ടൈമാണ് നിങ്ങൾക്ക് തീരെ ടൈം ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ലോ ഈൽഡ് ലാസ്റ്റിലേക്ക് വെക്കാം. സോ നമുക്ക് ഓരോന്നും നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ഇതില് ബ്ലോക്ക് 1 യൂണിറ്റ് 1 നമുക്കറിയാം പാരാമെട്രിക് ആൻഡ് നോൺ പാരാമെട്രിക് ടെസ്റ്റ്.
സ്റ്റാറ്റിസ്റ്റിക്സ് 7 ടൈംസ് ആണ് ഫ്രീക്വൻസി. ഡിസംബർ 2025 ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. ഹൈ ഈൽഡ് ക്വസ്റ്റ്യൻ ആണ്. ബ്ലോക്ക് 1 യൂണിറ്റ് 2 ഡിസ്ക്രിപ്റ്റീവ് ആൻഡ് ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് 6 ടൈംസ് ആണ് അതിന്റെ ഫ്രീക്വൻസി. ഡിസംബർ 2025 ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. ഇതും ഒരു ഹൈ ഈൽഡ് ടോപ്പിക് ആണ്. ഇനി ബ്ലോക്ക് 1 യൂണിറ്റ് 3 ടൈപ്പ് 1 ആൻഡ് ടൈപ്പ് 2 എറേഴ്സ് നമുക്ക് ഷോർട്ട് നോട്ട് ടൈപ്പിലൊക്കെ വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഫ്രീക്വൻസി 4 പ്രാവശ്യമാണ് വന്നിട്ടുള്ളത്. ഒരു മീഡിയം ഈൽഡ് ആണ്. ഡിസംബർ 2025 ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. പിന്നെ ബ്ലോക്ക് 1 യൂണിറ്റ് 4 സെറ്റിംഗ് അപ്പ് ദ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് 4 ടൈംസ് ആണ് വന്നിട്ടുള്ളത്. ഒരു മീഡിയം ഈൽഡ് ടോപ്പിക് യൂണിറ്റ് തന്നെയാണ്. ഡിസംബർ 2025 ലാസ്റ്റ് വന്നിട്ടുള്ളത്. പിന്നെ ബ്ലോക്ക് 2 യൂണിറ്റ് 1 പ്രോഡക്റ്റ് മൊമെന്റ് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ 5 ടൈംസ് ആണ് ഫ്രീക്വൻസി. ഒരു ഹൈ ഈൽഡ് ടോപ്പിക് തന്നെയാണ്. ഡിസംബർ 2025 നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് കാണാൻ സാധിക്കുന്നത്. പിന്നെ ബ്ലോക്ക് 2 യൂണിറ്റ് 2 അതർ ടൈപ്സ് ഓഫ് കോറിലേഷൻസ് 5 ബൈസറൽ എക്സെട്ര എന്ന് പറയുന്ന ഒരു സെക്ഷൻ 5 ടൈംസ് ആണ് ഫ്രീക്വൻസി. അതും ഒരു ഹൈ ഈൽഡ് ക്വസ്റ്റ്യൻ ആണ്. ഡിസംബർ 2024 ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. പിന്നെ ബ്ലോക്ക് 2 യൂണിറ്റ് 3 പാർഷ്യൽ ആൻഡ് മൾട്ടിപ്പിൾ കോറിലേഷൻസ് 4 ടൈംസ് ആണ് ഫ്രീക്വൻസി. ഡിസംബർ 2025 ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. ഒരു മീഡിയം ഈൽഡ് ടോപ്പിക് ആണ്. പിന്നെ വരുന്നത് ബ്ലോക്ക് 2 യൂണിറ്റ് 4 ബൈ വേരിയേറ്റ് ആൻഡ് മൾട്ടിപ്പിൾ റിഗ്രഷൻ 3 ടൈംസ് ആണ് ഫ്രീക്വൻസി. ഡിസംബർ 2025 ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. ഒരു മീഡിയം ഈൽഡ് ടോപ്പിക് ആണ്. ഇനി വരുന്നത് കുറച്ച് ഹൈ ഈൽഡ് ടോപ്പിക് ആണ്. ബ്ലോക്ക് 3 യൂണിറ്റ് 1 ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. നമ്മൾ തിയറി പാർട്ടിൽ സെക്ഷൻ എയിലൊക്കെ വരാറുണ്ട്. 7 ടൈംസ് ആണ് അതിന്റെ ഫ്രീക്വൻസി. ഡിസംബർ 2025 ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. ഇനി ബ്ലോക്ക് 3 യൂണിറ്റ് 2 സിഗ്നിഫിക്കൻസ് ഓഫ് മീൻ ഡിഫറൻസസ് സ്റ്റാൻഡേർഡ് എറർ 4 ടൈംസ് ആണ്. ഒരു മീഡിയം ഈൽഡ് ക്വസ്റ്റ്യൻ ആണ്. ജൂൺ 2024 ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. പിന്നെ ബ്ലോക്ക് 3 യൂണിറ്റ് 3 വൺ വേ അനാലിസിസ് ഓഫ് വേരിയൻസ്. നമ്മുടെ വൺ വേ അനോവ എന്നുള്ളത് ഏറ്റവും മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. കമ്പൽസറി ആയിട്ട് പഠിക്കേണ്ട ക്വസ്റ്റ്യൻ ആണ്. ഫ്രീക്വൻസി 8 ടൈംസ് ആണ്. ഒരു ഹൈ ഈൽഡ് ക്വസ്റ്റ്യൻ ആണ്, ടോപ്പിക് ആണ്. ഡിസംബർ 2025 നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. കാരണം എല്ലാ പേപ്പറിലും ഈ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പൊ ബ്ലോക്ക് 3 യൂണിറ്റ് 4 വരുന്നത് 2 വേ അനാലിസിസ് ഓഫ് വേരിയൻസ് 2 വേ അനോവ 5 ടൈംസ് ആണ്. ഇതും കുറച്ച് അത്യാവശ്യം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. ജൂൺ 2025 വന്നിട്ടുള്ളത്. പിന്നെ ബ്ലോക്ക് 4 എടുക്കുമ്പോൾ യൂണിറ്റ് 1 റേഷണൽ ഫോർ നോൺ പാരാമെട്രിക് സ്റ്റാറ്റിസ്റ്റിക്സ് 3 ടൈംസ് മാത്രമേ ഉള്ളൂ. അതിന്റെ ഫ്രീക്വൻസി ഒരു മീഡിയം ഈൽഡ് ടോപ്പിക് ആണ്. ഡിസംബർ 2023 വന്നിട്ടുള്ളത്. ഇനി ബ്ലോക്ക് 4 യൂണിറ്റ് 2 മാൻ വിറ്റ്നി യു ടെസ്റ്റും അത്യാവശ്യം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ന്യൂമറിക്കൽ പ്രോബ്ലം ആണ്. എന്തായാലും പഠിക്കേണ്ട ഒരു പ്രോബ്ലം ആണ്. 7 ടൈംസ് ആണ് ഫ്രീക്വൻസി. ഡിസംബർ 2025 വന്നിട്ടുള്ളത്. പിന്നെ ഒരു ലോ ഈൽഡ് ക്വസ്റ്റ്യൻ ആണ് ഇനി വരുന്നത്. യൂണിറ്റ് 3 ടോപ്പിക് ക്രസ്കൽ വാലിസ് അനാലിസിസ് ഓഫ് വേരിയൻസ് 3 ടൈംസ് മാത്രമേ വന്നിട്ടുള്ളൂ. ജൂൺ 2024 പിന്നെ വരുന്നത് ബ്ലോക്ക് 4 യൂണിറ്റ് 4 കൈ സ്ക്വയർ ആൻഡ് കെൻഡൽ റാങ്ക്. ഇത് 8 ടൈംസ് വന്നിട്ടുണ്ട്. ഡിസംബർ 2025 വന്നിട്ടുള്ളത്. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺ വോയ്സിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക. ഇനി നമുക്ക് യൂണിറ്റ് ഫ്രീക്വൻസി ഓവർവ്യൂ നോക്കാം. നമ്മൾ ഈ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ഓരോ യൂണിറ്റും എത്രയാണ് അതിന്റെ ഫ്രീക്വൻസി എന്നാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ ബ്ലോക്ക് 1 യൂണിറ്റ് 1 എന്നുള്ളത് 7 ടൈംസ് ആണ് അതിന്റെ ഫ്രീക്വൻസി. ബ്ലോക്ക് 1 യൂണിറ്റ് 2 6 ടൈംസ് ആണ് ഫ്രീക്വൻസി. പിന്നെ ബ്ലോക്ക് 1 യൂണിറ്റ് 3 ആൻഡ് 4 ടൈംസ് ഈച്ച് ആണ് ഫ്രീക്വൻസി വന്നിട്ടുള്ളത്. ഒരു മീഡിയം ഈൽഡ് ആണ്. പിന്നെ ബ്ലോക്ക് 2 യൂണിറ്റ് 1 ആൻഡ് ബ്ലോക്ക് 2 യൂണിറ്റ് 2 5 ടൈംസ് ആണ് ഫ്രീക്വൻസി വന്നിട്ടുള്ളത്. ഒരു ഹൈ ഈൽഡ് ടോപ്പിക് ആണ്. ബ്ലോക്ക് 2 യൂണിറ്റ് 3 ആൻഡ് 4 ആൻഡ് 3 ടൈംസ് ആണ് വന്നിട്ടുള്ളത്. പിന്നെ ബ്ലോക്ക് 3 യൂണിറ്റ് 1 അത്യാവശ്യം നല്ല ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. 7 ടൈംസ് ആണ് ഫ്രീക്വൻസി. ബ്ലോക്ക് 3 യൂണിറ്റ് 2 4 ടൈംസ് ആണ്. ഒരു മീഡിയം ഈൽഡ് ആണ് വന്നിട്ടുള്ളത്. ബ്ലോക്ക് 3 യൂണിറ്റ് 3 ഹൈ ഈൽഡ് ആണ്. അതായത് 8 ടൈംസ് ആണ് ഫ്രീക്വൻസി വന്നിട്ടുള്ളത്. പിന്നെ ബ്ലോക്ക് 3 യൂണിറ്റ് 4 5 ടൈംസ് ആണ് ഫ്രീക്വൻസി. പിന്നെ ബ്ലോക്ക് 4 യൂണിറ്റ് 1 ഒരു മീഡിയം ഈൽഡ് ആണ്, 3 ടൈംസ് ആണ്. പിന്നെ ബ്ലോക്ക് 4 യൂണിറ്റ് 2 7 ടൈംസ് ആണ് വന്നിട്ടുള്ളത്. ഹൈ ഈൽഡ് ടോപ്പിക് ആണ്. ഇനി ബ്ലോക്ക് 4 യൂണിറ്റ് 3 ആണ് കുറച്ച് ഒരു ലോ ഈൽഡ് എന്ന് കാണിക്കുന്നത്. 3 ടൈംസ് മാത്രമേ വന്നിട്ടുള്ളൂ. പിന്നെ ബ്ലോക്ക് 4 യൂണിറ്റ് 4 അത്യാവശ്യം നല്ല ഒരു ഹൈ ഈൽഡ് ടോപ്പിക് ആണ്. പിന്നെ നമുക്ക് ടോപ്പ് 5 മോസ്റ്റ് റിപ്പീറ്റഡ് എക്സാം ടോപ്പിക്സ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഈ 5 ക്വസ്റ്റ്യൻസും അല്ലെങ്കിൽ ഈ 5 ടോപ്പിക്കും നിങ്ങൾ നിർബന്ധമായിട്ടും
ഫോക്കസ് ചെയ്യേണ്ട അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാണ്ട് പഠിക്കേണ്ട ടോപ്പിക്കാണ്. സോ അതിൽ ഫസ്റ്റ് വൺ കൈ സ്ക്വയർ ടെസ്റ്റ്. മോസ്റ്റ് ഓഫ് ദ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നമ്മുടെ കൈ സ്ക്വയർ ടെസ്റ്റും അതുപോലെ തന്നെ വൺ വേ അനോവയും കാണാറുണ്ട്. 8 ടൈംസ് ആണ് അതിന്റെ അപ്പിയറൻസ് വന്നിട്ടുള്ളത്. പിന്നെ വന്നിട്ടുള്ളത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ, അതുപോലെ തന്നെ നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ നോൺ പാരാമെട്രിക്കിന്റെ ക്യാരക്ടറിസ്റ്റിക്സും ആണ്. നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ ക്യാരക്ടറിസ്റ്റിക്സും ആണ് നിങ്ങൾ പഠിക്കേണ്ടത്. 7 ടൈംസ് ആണ് ഫ്രീക്വൻസി. തിയറി ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനിൽ വരുന്നതാണ്. പിന്നെ മാൻ വിറ്റ്നി യു ടെസ്റ്റിന്റെ ന്യൂമറിക്കൽ പ്രോബ്ലം, ഇതും അത്യാവശ്യം നല്ല രീതിയിൽ എക്സാം പേപ്പേഴ്സിൽ കാണാൻ സാധിക്കുന്നുണ്ട്. 7 ടൈംസ് ആണ് ഇതിന്റെ അപ്പിയറൻസ്. പിന്നെ പാരാമെട്രിക് വേഴ്സസ് നോൺ പാരാമെട്രിക് സ്റ്റാറ്റിസ്റ്റിക്സ് ഒരു തിയോറിറ്റിക്കൽ ക്വസ്റ്റ്യൻ ആണ്. ഇതും 7 ടൈംസ് ആണ് ഫ്രീക്വൻസി. സോ ഈ 5 ടോപ്പിക് നിങ്ങൾ നിർബന്ധമായിട്ടും സ്കിപ്പ് ചെയ്യാണ്ട് നോക്കേണ്ട ക്വസ്റ്റ്യൻസ് ആണ്. ഇനി നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ഗോൾഡൻ ക്വസ്റ്റ്യൻ ബാങ്ക് നമുക്ക്, അതായത് ഹൈ പ്രോബബിലിറ്റി ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ പറയുന്നത്. സോ അത് ഏതൊക്കെയാന്ന് നോക്കാം. സോ ഡിസ്ക്രിപ്റ്റീവ് ആൻഡ് ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് 3 ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. അതിൽ 2 നമ്മുടെ ഫയർ ഇമോജി എന്ന് പറയുന്നത് നിങ്ങൾ മോസ്റ്റ് ഫ്രീക്വന്റ് ആയിട്ട് അല്ലെങ്കിൽ മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾ എന്തായാലും ഫോക്കസ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ആണ്. ഡിസ്ക്രൈബ് ദ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ആൻഡ് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ. എക്സ്പ്ലെയിൻ ദ ക്ലാസിഫിക്കേഷൻ ആൻഡ് ഓർഗനൈസേഷൻ ഓഫ് ഡേറ്റ വിത്ത് സ്യൂട്ടബിൾ എക്സാമ്പിൾസ്. പിന്നെ അതുപോലെ തന്നെ ഡിസ്കസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഇൻ ടേംസ് ഓഫ് ഗ്രൂപ്പ്ഡ് ആൻഡ് അൺഗ്രൂപ്ഡ് ഡേറ്റ. എലൂസിഡേറ്റ് ദ ടൈപ്സ് ഓഫ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. സോ ഈ ഗോൾഡൻ ക്വസ്റ്റ്യൻ ബാങ്കിന്റെ നമ്മൾ ഈ ക്വസ്റ്റ്യൻസിന്റെ എല്ലാ ആൻസർ ബ്ലൂ പ്രിന്റും അതുപോലെ തന്നെ സ്കോറിംഗ് ഫ്രെയിംവർക്കും നമ്മുടെ ലേൺ വൈസ് PYQA ബുക്ക്ലെറ്റിൽ അവൈലബിൾ ആണ്. സോ ഈ പറഞ്ഞ 3 ക്വസ്റ്റ്യൻസിൽ നിന്ന് 2 മോസ്റ്റ് റിപ്പീറ്റഡ് ആണ്. പിന്നെ അതർ ടൈപ്സ് ഓഫ് കോറിലേഷൻ നിന്ന് ഡിസ്ക്രൈബ് പോയിന്റ് ബിസറൽ കോറിലേഷൻ ആൻഡ് 5 കോഎഫിഷ്യന്റ് വിത്ത് സ്യൂട്ടബിൾ എക്സാമ്പിൾസ്. ഡിസ്ക്രൈബ് ബിസറൽ and tetrachoric correlation. Describe the step-by-step procedure for Kendall's rank order correlation. പിന്നെ വരുന്നത് സെറ്റിംഗ് അപ്പ് ദ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസിൽ നിന്ന് എലൂസിഡേറ്റ് ഹൈപ്പോതെസിസ് ടെസ്റ്റിംഗ്. ഡിസ്ക്രൈബ് ദ സ്റ്റെപ്സ് ഇൻ സെറ്റിംഗ് അപ്പ് ദ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ്. നെക്സ്റ്റ് ഡിസ്കസ് പോയിന്റ് ആൻഡ് ഇന്റർവൽ എസ്റ്റിമേഷൻ. പിന്നെ വരുന്നത് പ്രൊഡക്റ്റ് മൊമെന്റ് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ നിന്ന് 2 ഈ പറഞ്ഞ 2 ക്വസ്റ്റ്യൻസ് മോസ്റ്റ് റിപ്പീറ്റഡ് ആണ്. എക്സ്പ്ലെയിൻ ദ സ്റ്റെപ്സ് ഇൻ കമ്പ്യൂട്ടിംഗ് പിയേഴ്സൺസ് പ്രൊഡക്റ്റ് മൊമെന്റ് കോറിലേഷൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എൻ എക്സാമ്പിൾ. കമ്പ്യൂട്ട് സ്പിയർമാൻസ് റോ ഫോർ ദ ഗിവൻ ഡേറ്റ. പിന്നെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ നിന്ന് നമ്മൾ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ പ്രോബബിലിറ്റി കർവിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എപ്പോഴും ചോദിക്കുന്ന മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. എക്സ്പ്ലെയിൻ or describe the characteristics of normal probability curve with the help of suitable diagrams. Pinna what is skewness? Explain the factors causing divergence in normal distribution. Pinna varunathu significance of mean differences, standard error. Discuss the importance and application of standard error of means. Compute t-test for the following data. 2 independent groups in the t-test aanu varunathu. Pinna man-Whitney U-test most repeated aanu. Adile compute man-Whitney U-test for the given data. പിന്നെ ഡിസ്ക്രൈബ് വിൽകോക്സൺ മാച്ച്ഡ് പേ സൈൻ റാങ്ക് ടെസ്റ്റ്. പിന്നെ വരുന്നത് പാരാമെട്രിക് ആൻഡ് നോൺ പാരാമെട്രിക് സ്റ്റാറ്റിസ്റ്റിക്സ്. ഇതിൽ ഈ ഒരു ക്വസ്റ്റ്യൻ എന്നുള്ളത് തിയറി പാർട്ടിൽ ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഡിഫൈൻ ഓർ എക്സ്പ്ലെയിൻ പാരാമെട്രിക് ആൻഡ് നോൺ പാരാമെട്രിക് സ്റ്റാറ്റിസ്റ്റിക്സ്. ഡിസ്ക്രൈബ് ദ അസംഷൻസ്, അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് പാരാമെട്രിക് ഓർ നോൺ പാരാമെട്രിക് സ്റ്റാറ്റിസ്റ്റിക്സ്. പിന്നെ ടൈപ്പ് 1 ആൻഡ് ടൈപ്പ് 2 എറർ. എക്സ്പ്ലെയിൻ ടൈപ്പ് 1 ആൻഡ് ടൈപ്പ് 2 എറേഴ്സ് വിത്ത് സ്യൂട്ടബിൾ എക്സാമ്പിൾസ്. ഒരു ഷോർട്ട് നോട്ട് ടൈപ്പിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ്. പിന്നെ പാർഷ്യൽ ആൻഡ് മൾട്ടിപ്പിൾ കോറിലേഷൻസ്. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ പാർഷ്യൽ ആൻഡ് പാർട്ട് സെമി പാർഷ്യൽ കോറിലേഷൻ വിത്ത് സ്യൂട്ടബിൾ എക്സാമ്പിൾസ്. സോ നമ്മൾ ഓൾറെഡി പറഞ്ഞു, നമ്മൾ ഈ ഒരു PYQAയിൽ 2 പ്രെഡിക്റ്റീവ് പ്രാക്ടീസ് സെറ്റ്സ് ബേസ്ഡ് ഓൺ നമ്മൾ ഈ ഒരു മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് എല്ലാം നോക്കിയിട്ട് നമ്മൾ 2 സെറ്റ് ഫുൾ ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് എ ആൻഡ് സെറ്റ് ബി എന്നുള്ള രീതിയിൽ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇതിന്റെ ഫുള്ളി വർക്ക്ഡ് ആൻസേഴ്സ് നമ്മൾ ലേൺ വൈസ് ആപ്പിൽ PYQന്റെ അകത്ത് അവൈലബിൾ ആണ്. സോ പ്രാക്ടീസ് സെറ്റ് എ എന്നുള്ളത് സെക്ഷൻ എ വരുമ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ പാരാമെട്രിക് ആൻഡ് നോൺ പാരാമെട്രിക് സ്റ്റാറ്റിസ്റ്റിക്സ്. ഇതൊരു ഹൈ പ്രോബബിലിറ്റി പേപ്പർ ആണ്. നിങ്ങൾ റിവിഷൻ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എന്തായാലും നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഡിസ്ക്രൈബ് ദ അസംഷൻസ്, അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് നോൺ പാരാമെട്രിക് സ്റ്റാറ്റിസ്റ്റിക്സ്. നമ്മൾ മോസ്റ്റ് ഫ്രീക്വന്റ് ആയിട്ട് കണ്ടുവരുന്ന ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ക്വസ്റ്റ്യൻ 2 ഒരു അനോവ ഫോളോയിങ് ഡാറ്റ ഒരു ഡേറ്റ തരും, അതിൽ നിന്ന് അനോവ കണ്ടുപിടിക്കേണ്ടതാണ് നിങ്ങൾ. അപ്പോൾ ഇതിൽ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് ഓൾറെഡി ക്രിട്ടിക്കൽ വാല്യൂ, അതായത് F വാല്യൂ തരും, അതുപോലെ തന്നെ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസിന്റെ വാല്യൂ നിങ്ങൾക്ക് തരും. അപ്പോൾ നിങ്ങളുടെ ആൻസർ നിങ്ങൾ ഈ ഒരു ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസിന്റെ വാല്യൂ F വാല്യൂ വെച്ചിട്ടാണ് നിങ്ങൾ നൾ ഹൈപ്പോതെസിസ് അക്സെപ്റ്റ് ഓർ റിജക്ട് ചെയ്യേണ്ടത്.
പിന്നെ സെക്ഷൻ എയിലെ ക്വസ്റ്റ്യൻ 3 കമ്പ്യൂട്ട് സ്പിയർമാൻസ് റോ ഫോർ ദ ഫോളോയിങ് ഡേറ്റ. ഈ ഒരു ഡേറ്റ തന്നിട്ട് അതിന് സ്പിയർമാൻസ് റോ ആണ് കണ്ടുപിടിക്കേണ്ടത്. പിന്നെ സെക്ഷൻ എയിലെ 4th ക്വസ്റ്റ്യൻ ഡിസ്ക്രൈബ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് നോർമൽ പ്രോബബിലിറ്റി കർവ് വിത്ത് ഹെൽപ്പ് ഓഫ് സ്യൂട്ടബിൾ ഡയഗ്രാംസ്. പിന്നെ പ്രാക്ടീസ് സെറ്റ് എയിലെ സെക്ഷൻ ബി കമ്പ്യൂട്ട് കൈ സ്ക്വയർ ഫോർ ദ ഫോളോയിങ് ഡേറ്റ. സെക്ഷൻ ബിയിലെ ക്വസ്റ്റ്യൻ 6 ആയിട്ടുള്ള കമ്പ്യൂട്ട് മാൻ വിറ്റ്നി യു ടെസ്റ്റ് ഫോർ ദ ഫോളോയിങ് ഡേറ്റ. അപ്പൊ കൈ സ്ക്വയറും മാൻ വിറ്റ്നി യു ടെസ്റ്റും മോസ്റ്റ്ലി നമ്മുടെ സെക്ഷൻ ബിയിലാണ് കണ്ടുവരുന്നത്. അതിൽ കൈ സ്ക്വയർ ടെസ്റ്റ് മോസ്റ്റ് ഓഫ് ദി ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടുവരുന്നതാണ്. അതുപോലെ തന്നെയാണ് മാൻ വിറ്റ്നി യു ടെസ്റ്റും. ഈ രണ്ട് ന്യൂമറിക്കൽ പ്രോബ്ലംസ് എന്തായാലും പഠിക്കുക. പിന്നെ സെക്ഷൻ ബിയിലേക്ക് വരുമ്പോൾ സെക്ഷൻ ബിയിലെ ക്വസ്റ്റ്യൻ 7ലേക്ക് വരുമ്പോൾ എക്സ്പ്ലെയിൻ ടൈപ്പ് 1 ആൻഡ് ടൈപ്പ് 2 എറേഴ്സ് വിത്ത് സ്യൂട്ടബിൾ എക്സാമ്പിൾസ്. പിന്നെ 8th ക്വസ്റ്റ്യൻ ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ പാർഷ്യൽ ആൻഡ് പാർട്ട് കോറിലേഷൻ വിത്ത് എക്സാമ്പിൾസ്. പിന്നെ സെക്ഷൻ 9th ക്വസ്റ്റ്യൻ ഡിസ്ക്രൈബ് ദ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഓഫ് ടു വേ ANOVA. പിന്നെ നമ്മുടെ ലാസ്റ്റ് സെക്ഷൻ ആയിട്ടുള്ള ഷോർട്ട് നോട്ട്സ്, ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ്, കർട്ടോസിസ്, പിന്നെ സ്കാറ്റർ ഡയഗ്രാം. ഈ 3 ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് പ്രാക്ടീസ് സെറ്റ് ബി നോക്കാം. ഒരു സർപ്രൈസ് റെഡി പേപ്പർ. നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പേപ്പറും നിങ്ങൾക്ക് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം. അതിൽ സെക്ഷൻ എയിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ദ ഓർഗനൈസേഷൻ ആൻഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഡേറ്റ വിത്ത് സ്യൂട്ടബിൾ എക്സാമ്പിൾസ് ആൻഡ് ഡയഗ്രാംസ്. പിന്നെ സെക്കൻഡ് ക്വസ്റ്റ്യൻ നമുക്കറിയാം ANOVA എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒരു ഡേറ്റ തന്നിട്ടുണ്ട്, അതിൽ ANOVA കമ്പ്യൂട്ട് ചെയ്യുക. പിന്നെ സെക്ഷൻ എയിലെ 3rd ക്വസ്റ്റ്യൻ പിയേഴ്സൺസ് പ്രോഡക്റ്റ് മൊമെന്റ് കോറിലേഷൻ കണ്ടുപിടിക്കാനാണ്. ഒരു ഡേറ്റ തന്നിട്ടുണ്ട്. പിന്നെ 4th ക്വസ്റ്റ്യൻ ഡിസ്ക്രൈബ് ദ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ആൻഡ് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ. പിന്നെ സെക്ഷൻ ബിയിലെ ക്വസ്റ്റ്യൻ 5 കമ്പ്യൂട്ട് കൈ സ്ക്വയർ ഫോർ ദ ഫോളോയിങ് ഡേറ്റ. ഡേറ്റ തന്നിട്ടുണ്ട്, അതിൽ നിന്ന് കൈ സ്ക്വയർ കണ്ടുപിടിക്കുക. പിന്നെ കമ്പ്യൂട്ട് മാൻ വിറ്റ്നി യു ടെസ്റ്റ് ആണ്. ഒരു ഡേറ്റ തന്നിട്ടുണ്ട്, അതിൽ മാൻ വിറ്റ്നി യു ടെസ്റ്റ് ആണ് ചെയ്യേണ്ടത്. പിന്നെ ഡിസ്ക്രൈബ് പോയിന്റ് വിസറൽ കോറിലേഷൻ ആൻഡ് 5 കോഎഫിഷ്യന്റ് വിത്ത് സ്യൂട്ടബിൾ എക്സാമ്പിൾസ്. പിന്നെ 8th ക്വസ്റ്റ്യൻ ഡിസ്കസ് ദ സ്റ്റെപ്സ് ഇൻ കമ്പ്യൂട്ടേഷൻ ഓഫ് റിഗ്രഷൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് സ്യൂട്ടബിൾ ഡയഗ്രാം. പിന്നെ സെക്ഷൻ ബിയിലത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഡിസ്ക്രൈബ് ദ 2-tailed and 1-tailed ടെസ്റ്റ് ഓഫ് സിഗ്നിഫിക്കൻസ്. എക്സ്പ്ലെയിൻ ദ സ്റ്റെപ്സ് ഇൻ സെറ്റിംഗ് ഓഫ് ദ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ്. ഇനി സെക്ഷൻ 3ലേക്ക് വരുമ്പോൾ 10th ക്വസ്റ്റ്യൻ ഡിഗ്രി ഓഫ് ഫ്രീഡം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിൽകോക്സൺ മാച്ച്ഡ് പെയർ സൈൻ റാങ്ക് ടെസ്റ്റ്. പിന്നെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ മൾട്ടിപ്പിൾ റിഗ്രഷൻ. ഷോർട്ട് നോട്ട്സ് ടൈപ്പിൽ വരുന്നതാണ്. സോ നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ ഈ ഒരു സെറ്റും നിങ്ങൾ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഇതിന്റെ ഫുള്ളി വർക്ക്ഡ് ആൻസേഴ്സ് നമ്മുടെ PYQA ആപ്പിനകത്തുള്ള PYQA അവൈലബിൾ ആണ്. ഇനി നമ്മൾ ആൻസർ റൈറ്റിംഗ് ടൂൾ കിറ്റ്, അതായത് എങ്ങനെയാണ് നിങ്ങൾ എക്സാമിലേക്ക് നിങ്ങളെ ആൻസേഴ്സ് നിങ്ങൾ സ്ട്രക്ചർ ചെയ്തിട്ട് എങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ ഒരു ഇൻട്രോ ബോഡി കൺക്ലൂഷൻ എന്നുള്ള രീതിയിലാണ്. ഇത് തിയറി ക്വസ്റ്റ്യൻസിന് മാത്രമാണ് നിങ്ങൾ ഈ ഒരു ടൈപ്പിൽ എഴുതേണ്ടത്. ന്യൂമറിക്കൽ ആവുമ്പോൾ നിങ്ങൾ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റെപ്പ്, നിങ്ങൾ കറക്റ്റ് എല്ലാ ഒരു സ്റ്റെപ്പ് പോലും മിസ് ചെയ്യാണ്ട് കറക്റ്റ് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നിങ്ങൾ എഴുതുക. അപ്പോൾ തിയറിറ്റിക്കൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ നിങ്ങൾ ഒരു ഇൻട്രോ ബോഡി കൺക്ലൂഷൻ എന്നുള്ള രീതിയിലാണ് എഴുതേണ്ടത്. ഇൻട്രോ എന്ന് പറയുമ്പോൾ ഒരു കീ കൺസെപ്റ്റ് എന്താണെന്ന് ഡിഫൈൻ ചെയ്യുക, അതിന്റെ ഒരു സ്കോപ്പ് നിങ്ങളൊന്ന് ഡിഫൈൻ ചെയ്യുക. ഓക്കെ. പിന്നെ ബോഡി എന്ന് പറയുമ്പോൾ നമ്മുടെ ബ്രീഫ് ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ ആണ്. അതായത് ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ പോയിന്റ്സും ഇവിടെ നിങ്ങൾ ഡിസ്കസ് ചെയ്യാം, എക്സാമ്പിൾസ് പറയാം, നിങ്ങളുടെ SLM ബേസ് ചെയ്തിട്ടോ റിയലിസ്റ്റിക് ആയിട്ടുള്ള നമ്മളെ എവറി ഡേ സിനാരിയോസിൽ നിന്നും നിങ്ങൾക്ക് പറയാവുന്നതാണ്. പിന്നെ കൺക്ലൂഷൻ, അതിന്റെ ഒരു സിഗ്നിഫിക്കൻസും അതിന്റെ ഒരു റെലവൻസും ഒക്കെ പറഞ്ഞിട്ട് നിങ്ങൾ കോൺഫിഡന്റ്ലി നിങ്ങൾക്ക് ഈ ഒരു ആൻസർ ക്ലോസ് ചെയ്യാവുന്നതാണ്. ഇനി തിയറി ആൻഡ് ഡിസ്കഷൻ ആൻസേഴ്സ് എങ്ങനെയാണ്? അപ്പോൾ തിയറി ക്വസ്റ്റ്യൻസിനാണ് ഇത് പറയുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് സ്റ്റാറ്റിസ്റ്റിക്സിൽ മെയിൻ ആയിട്ട് ഹൂ, വെൻ എന്നുള്ളതൊന്നും ഇല്ല. എന്താണ് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് എഴുതാം. പിന്നെ അതുപോലെ തന്നെ ഇതിൽ അതിന്റെ പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻസ് ആഡ് ചെയ്യാം, അതിന്റെ ലിമിറ്റേഷൻസ് അല്ലെങ്കിൽ ക്രിറ്റിസിസംസ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം. ഈ ഒരു തിയറി വേറെ തിയറിയുമായിട്ട് എങ്ങനെയാണ് കണക്റ്റഡ് എന്നൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. പിന്നെ വരുന്നത് ഡിസ്കസ് വേഴ്സസ് എക്സ്പ്ലെയിൻ ക്വസ്റ്റൻ ആണ്. ചിലത് ഡിസ്കസ്, ചിലത് എക്സ്പ്ലെയിൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യും അല്ലെ. അപ്പൊ ഡിസ്കസ് എന്ന് പറയുന്നത് ഒരു ബാലൻസ്ഡ് അനാലിസിസ് ആണ്. അതിന്റെ ഒരു പ്രോസ് ആൻഡ് കോൺസ് ഒക്കെ എഴുതി ട്രേഡ് ഓഫ്സ് ഒക്കെ ആഡ് ചെയ്യേണ്ടതാണ്. പിന്നെ എക്സ്പ്ലെയിൻ എന്നുള്ളത് ഒരു ഡെപ്ത് ആയിട്ടുള്ള ഒരു ക്ലാരിറ്റി കൊടുക്കേണ്ട ഒരു ക്വസ്റ്റ്യൻസ് ആണ്. അതായത് എങ്ങനെയൊക്കെയാണ് ഈ തിയറീസ് ഇന്റർ കണക്റ്റഡ്, അല്ലെങ്കിൽ അതിനൊരു ചെറിയ ചെറിയ കോമ്പോണൻസ് ആയിട്ട് നിങ്ങൾ ബ്രേക്ക് ചെയ്തിട്ടാണ് ഈ ഒരു എക്സ്പ്ലെയിൻ എന്നുള്ളത് എഴുതേണ്ടത്. ഓക്കെ. അപ്പം ടൈം മാനേജ്മെന്റ് ആണ് പറയുന്നത്. 2 hours ആണ്. അപ്പൊ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസിനൊക്കെ നിങ്ങൾ അത്യാവശ്യം ടൈം എടുത്തിട്ടാണ് ചെയ്യുക. കാരണം ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് തെറ്റിയാൽ പിന്നെ അത് ആദ്യം തൊട്ട് ചെയ്യണം. അപ്പൊ കറക്റ്റ് ആയിട്ട് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കാൽക്കുലേറ്റർ യൂസ് ചെയ്യാം. നോർമൽ കാൽക്കുലേറ്റർ ആണ്, സയന്റിഫിക് അല്ല. നോർമൽ കാൽക്കുലേറ്റർ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക്
ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഒക്കെ വേഗം തന്നെ ചെയ്യാവുന്നതാണ്. അപ്പൊ 5 മിനിറ്റ് എന്ന് പറയുന്നത് ആദ്യത്തെ 5 മിനിറ്റ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിൽ കിട്ടി എല്ലാ ക്വസ്റ്റ്യൻസും കെയർഫുള്ളി റീഡ് ചെയ്യേണ്ട ഒരു ടൈമാണ്. മോസ്റ്റ് കോൺഫിഡന്റ് ആയിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങളൊന്ന് മാർക്ക് ചെയ്ത് വെക്കുക. അപ്പൊ നിങ്ങൾക്ക് വേഗം തന്നെ ആൻസർ ഷീറ്റ് കിട്ടിയ ഉടനെ തന്നെ നിങ്ങൾക്ക് എഴുതാം. പിന്നെ ഓരോ ക്വസ്റ്റ്യനും നിങ്ങൾ ഒരു 20 to 30 മിനിറ്റ്സ് ആണ് നിങ്ങൾ ചെലവഴിക്കേണ്ടത്. അതിൽ കൂടുതൽ നിങ്ങൾ ചെലവഴിക്കരുത്. ബിക്കോസ് ടൈം എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് ചിലപ്പോൾ എഴുതാൻ കിട്ടില്ല. പിന്നെ ഉള്ളത് ഒരു 6 മിനിറ്റ് എന്ന് പറയുന്നത് ഒരു റിവ്യൂ ചെയ്യാനാണ്. എന്തെങ്കിലും മിസ്സിംഗ് ഉണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കറക്ഷൻസ് വരുത്താനുണ്ടോ, മൈന്യൂട്ട് ആയിട്ടുള്ള എന്തെങ്കിലും കറക്ഷൻസ് ഈ ഒരു ടൈമിൽ നിങ്ങൾ ചെയ്യുക. പിന്നെ ലാസ്റ്റ് ഒരു 10 to 15 മിനിറ്റ്സ് എന്നുള്ളത് നിങ്ങൾ കംപ്ലീറ്റ് ആൻസേഴ്സ് റിവ്യൂ ചെയ്യാനാണ്. ഒരിക്കലും ഒരു ക്വസ്റ്റ്യന് റീറൈറ്റ് ചെയ്യരുത്. കട്ട് ചെയ്ത് നിങ്ങൾ വീണ്ടും ആദ്യം തൊട്ട് എഴുതരുത്. അതിനുള്ള ടൈം ഇവിടെ ഉണ്ടാവില്ല. എന്തെങ്കിലും ചെറിയ സ്മോൾ കറക്ഷൻസ് ഇവിടെ ചെയ്യാം. അപ്പോ നമ്മൾ ലേൺ വൈസിന്റെ ആപ്പിനകത്ത് ഈ ഒരു കംപ്ലീറ്റ് നമ്മൾ സെറ്റ് എ സെറ്റ് ബി ഒക്കെ ഡിസ്കസ് ചെയ്തു. അതിന്റെ ഫുള്ളി വർക്ക്ഡ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മോഡൽ ആൻസേഴ്സ് അവൈലബിൾ ആണ്. അതുപോലെ നമ്മുടെ PYQA ബുക്ക്ലെറ്റ് വിത്ത് ആൻസർ ബ്ലൂ പ്രിന്റ്സ് അവൈലബിൾ ആണ്. അതുപോലെ നിങ്ങൾക്ക് പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഗൈഡൻസ് അവൈലബിൾ ആണ് ഫോർ ആൻസർ റൈറ്റിംഗ് ആൻഡ് എക്സാം പ്രിപ്പറേഷൻ. പിന്നെ അതുപോലെ തന്നെ ഹൈ പ്രോബബിലിറ്റി ക്വസ്റ്റ്യൻ പാക്സും അവൈലബിൾ ആണ്. സോ ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇപ്പൊ തന്നെ ലേൺ വൈസിൽ എൻറോൾ ചെയ്യുക. ലേൺ വൈസിൽ എൻറോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ കാണുന്ന നമ്പർ 7592939616 കോൾ ചെയ്യുക അല്ലെങ്കിൽ വാട്സാപ്പ് ചെയ്യുക. സോ എന്തൊക്കെയാണ് നമ്മുടെ ലേൺ വൈസിനകത്ത് ഉള്ളത് എന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓൾറെഡി ഡിസ്കസ്ഡ് ആയിട്ടുള്ള പ്രാക്ടീസ് സെറ്റ് എ ആൻഡ് സെറ്റ് ബിയുടെ ഫുള്ളി വർക്ക്ഡ് ആൻസേഴ്സ് അവൈലബിൾ ആണ്. കംപ്ലീറ്റ് PYQA ബുക്ക്ലെറ്റിന്റെ ആൻസർ ബ്ലൂ പ്രിന്റ്സ് അവൈലബിൾ ആണ്. ഹൈ പ്രോബബിലിറ്റി ക്വസ്റ്റ്യൻ പാക്സ് ഫ്രം ലേറ്റസ്റ്റ് സെഷൻസ് അവൈലബിൾ ആണ്. നിങ്ങൾക്കൊരു മെന്റർ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു മെന്ററിങ് സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഗൈഡൻസ് അവൈലബിൾ ആണ്. നന്നായിട്ട് സ്കോർ ചെയ്യാനും എക്സാമിലേക്ക് പ്രിപ്പയർ ചെയ്യാനും പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ എക്സാമിലേക്കുള്ള ഡൗട്ട്സ് ക്ലാരിഫൈ ചെയ്യാനും നിങ്ങൾക്കൊരു മെന്റർ അവൈലബിൾ ആയിരിക്കും. പിന്നെ നമ്മുടെ ലേൺ വൈസ് അഡ്വാൻസ് ലേണിംഗ് എക്കോസിസ്റ്റത്തിലേക്ക് നിങ്ങൾക്ക് ആക്സസ് ഉണ്ടാവും. സോ ഞാൻ പറഞ്ഞ പോലെ തന്നെ ജോയിൻ ചെയ്യണമെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൾ അല്ലെങ്കിൽ വാട്സ്ആപ്പ് ചെയ്യുക. നമ്മുടെ ലേൺ വൈസ് ടീം നിങ്ങളെ ഗൈഡ് ചെയ്യുന്നതായിരിക്കും. സോ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ ടേം ആൻഡ് എക്സാമിനേഷൻ. ഇതുപോലത്തെ വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ലേൺ വൈസ് യൂട്യൂബ് ചാനലിലേക്ക്. സോ താങ്ക് യു ഫോർ ലിസണിംഗ് ടു ദിസ് സെഷൻ. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺ വൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക.